നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഒരു ചെറിയൊരു ബോട്ട് യാത്ര നടത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു ബോട്ട് യാത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നടത്താം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ബോട്ട് ജെട്ടിയിലാണുള്ളത്. ഇവിടെ ഒരു പാസഞ്ചർ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ 2 മണിയാകുമ്പോഴത്തേനും ബോട്ട് വരും. ഇപ്പം സമയം 1:45 ആയതേ ഉള്ളൂ. ബോട്ട് വരുന്നതിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാനൊരു ബൈക്കിനാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ബൈക്ക് ബോട്ടിൽ കയറ്റി അക്കരയ്ക്ക് പോകാനാണ് പരിപാടി. ഇത് നേരെ മുഹമ്മയിൽ നിന്ന് നേരെ കുമരകം ബോട്ട് ജെട്ടിയിലേക്കാണ്. ഉദ്ദേശം വേമ്പനാട്ടുകായലിന് ഒരു 10 കിലോമീറ്റർ വീതിയുള്ളൊരു ഭാഗമാണിത്. വേമ്പനാട്ടുകായലിൻ്റെ ഒരു വീതിയേറിയൊരു ഭാഗമാണിത്. വേമ്പനാട്ടുകായലിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗത്തിന് 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഈ ഭാഗം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അക്കരെ എത്തണമെങ്കിൽ ഒരു 30-35 മിനിറ്റ് പിടിക്കും. പാസഞ്ചർ ബോട്ടുകൾ വലിയ ഇടവേളയില്ലാതെ ഒരെണ്ണം അവിടെ ചെല്ലുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് വരും. അങ്ങനെ ഞാൻ ബോട്ട് വരുന്നതും കാത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് സമയം പോകുന്നത് അറിയുന്നില്ല. ചുറ്റും കാഴ്ചകളാണ്. എങ്ങ് നോക്കിയാലും കായലിൻ്റെ വിശാലമായ ഓളപ്പരപ്പ്. ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ഇത് റെസ്ക്യൂ ബോട്ടാണ്. എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനായിട്ടുള്ള സംവിധാനമാണിത്. നമ്മുടെ ബോട്ട് വരാനുള്ള സമയമായിട്ടുണ്ട് ഏതാണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അകലിൽ നിന്ന് നമ്മുടെ ബോട്ട് ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നു. ജെട്ടി ലക്ഷ്യമാക്കി ഇങ്ങനെ ബോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാസഞ്ചർ ബോട്ടാണ്. ഇത് അക്കരയ്ക്ക് കിടക്കാൻ ഒരാൾക്കുള്ള കൂലി എന്ന് പറയുന്നത് ചാർജ് 15 രൂപയാണ്. 15 അല്ല കേട്ടോ, 16 രൂപയാണ് ഒരാൾക്ക്. ബൈക്ക് അക്കരെ 8 ബൈക്ക് വരെ ഇതിൽ കയറ്റി അപ്പുറം കടത്തും. ഒരു ബൈക്കിന് 25 രൂപയാണുള്ളത്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ട്രിപ്പ് അടിക്കാൻ നല്ലൊരു സൗകര്യമാണ്. അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ബൈക്ക് ബോട്ടിനുള്ളിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. ബോട്ടുകാർ അവിടെ ഒരു പലക ഇട്ട് തരും. നമ്മൾ അതുവഴി ബൈക്ക് ഉള്ളിലേക്ക് കയറ്റി സൈഡിൽ പാർക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ ഉള്ളിൽ കയറ്റി യാത്ര ഇങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. ഒരു 10 കിലോമീറ്ററോളം ഉണ്ട് അക്കരെ എത്തണമെങ്കിൽ. കുമരകം ബോട്ട് ജെട്ടിയിൽ എത്തണമെങ്കിൽ ഏതാണ്ട് ഒരു 30-35 മിനിറ്റോളം പിടിക്കും. ഞങ്ങൾ ഏതാണ്ട് അക്കരെ അടുക്കാറായി. വേമ്പനാട്ടുകായലിൽ നിന്ന് വീതി കുറഞ്ഞൊരു ഭാഗത്തോടു കൂടി ഉള്ളിലേക്ക് കയറിപ്പോകണം. അവിടെയാണ് കുമരകം ബോട്ട് ജെട്ടി ഉള്ളത്. ഇവിടെ ഒരു കുരിശൊക്കെ കാണാൻ, ചെറിയൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ വേമ്പനാട്ടുകായലിൽ നിന്ന് വീതി കുറഞ്ഞ ഒരു കായലിൻ്റെ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതുവഴി കഷ്ടിച്ച് ബോട്ടിന് പോകാനുള്ള വീതിയേക്കാളും കുറച്ചുകൂടെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ മുഴുവൻ ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അങ്ങേ ഭാഗം മുഴുവൻ പ്രൈവറ്റ് റിസോർട്ട്സും കാര്യങ്ങളൊക്കെയാണ്. പ്രൈവറ്റ് റിസോർട്ട്സിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു സൈഡിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അത് ഒരെണ്ണമൊന്നുമല്ല, 19 എണ്ണത്തോളം ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പം വലിയ സീസൺ ടൈം അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഹൗസ് ബോട്ടുകളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണിപ്പോൾ. ഹൗസ് ബോട്ടുകൾക്കൊക്കെ റെൻ്റൊക്കെ കൂടുതലാണ്. ഒരു ദിവസത്തേന് ഒരു 10,000 രൂപയ്ക്ക് ആവും ഒരു ഹൗസ് ബോട്ട്. ഏറ്റവും കുറഞ്ഞതിന് തന്നെ 10,000 രൂപയ്ക്ക് ആവും. ഒരെണ്ണമൊന്നുമില്ല, 19 എണ്ണത്തോളം ഇങ്ങനെ നിരത്തി കിടക്കുകയാണ്. സൈഡിൽ മുഴുവൻ ഹൗസ് ബോട്ടുകളേ ഉള്ളൂ. സൈഡിൽ മുഴുവൻ കുമരകം ജെട്ടി അടുക്കാറായിട്ടുണ്ട്. ഏതാണ്ട് 150 മീറ്റർ അകലെ കുമരകം ബോട്ട് ജെട്ടിയുണ്ട്. വെറും 16 രൂപ നിരക്കിൽ 10 കിലോമീറ്റർ ഒരു ബോട്ട് സഞ്ചാരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്ന, ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ട്രിപ്പായിരിക്കും ഇത് കുമരകം ബോട്ട് ജെട്ടി എത്തി. ഏതാണ്ട് ഇക്കര വരാൻ ഏതാണ്ട് ഒരു 35 മിനിറ്റോളം എടുത്തു. ഈ കാണുന്നതാണ് കുമരകം ബോട്ട് ജെട്ടി. അപ്പം ചുരുങ്ങിയ ചിലവിൽ ബോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വഴി ട്രൈ ചെയ്യുക.